ഓക്കെ, ആസ്പെയർ കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ആസ്പെയർ കേരള? എന്താണ് ആസ്പെയർ കേരള മിഷൻ ചെയ്യുന്നത്? എങ്ങനെ നിങ്ങളെ ജോബിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നു? ആസ്പെയർ കേരള ഹെഡ് ഓഫീസ് വരുന്നത് ആലപ്പുഴയിലും, കേരളത്തിൽ തന്നെ കായംകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി, പിറവം, തൃപ്പൂണിത്തുറ, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു. ആസ്പെയർ കേരള ഒരു ഓൺലൈൻ എംപ്ലോയ്മെന്റ് സർവീസ് ആണ്. ആസ്പെയർ കേരള ഏകദേശം ദിവസം 100 മുതൽ 150 വരെ കമ്പനി വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു മാസം 3000-ലധികം ഇന്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യുന്നു. 1000-ഓളം പേർക്ക് പ്രതിമാസം ജോബിൽ പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ഏറെക്കുറെ ഒരു പ്ലേസ്മെന്റ് രംഗത്ത് 7.5 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, ലീഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ജോബ് കൺസൾട്ടൻസിയാണ് ആസ്പെയർ കേരള. ബെസ്റ്റ് ജോബ് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ റേറ്റിംഗ് അടിസ്ഥാനത്തിൽ ആസ്പെയർ കേരളയുടെ ഗൂഗിൾ റേറ്റിംഗ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. ഏകദേശം 4.8 റേറ്റിംഗും 1500 റിവ്യൂസും അവൈലബിൾ ആണ്. ആസ്പെയർ കേരള ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. ആസ്പെയർ കേരള ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ട് ഏജൻസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബ് നോക്കാം, അതുപോലെ തന്നെ കൺസൾട്ടൻസി വഴി ജോലി നോക്കാം. ഡയറക്റ്റ് ജോബ് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. ഒന്നാമതായി, നമുക്ക് പഠിച്ച ബന്ധപ്പെട്ട ജോലി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ഒരാൾ നോക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, OLX ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പല വെബ്സൈറ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് മാത്രം അറിയാവുന്ന വേക്കൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ചുറ്റുപാടും അറിയുന്ന വേക്കൻസീസ് ആയിരിക്കും, വളരെ ലിമിറ്റേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് ഏകദേശം പ്രതിമാസം തന്നെ 3000-ഓളം കമ്പനികളുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് വർക്ക് ചെയ്യുന്നു. ഒരുപാട് വേക്കൻസി, ഒരാൾ വന്നാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും ആൾക്ക് ഫിൽട്ടർ ചെയ്ത് ജോബ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരാൾ ഡയറക്റ്റ് ജോബ് നോക്കി 10,000 രൂപ ജാൻ സാലറിക്ക് ദൂരെ പോയി വർക്ക് ചെയ്യുന്നതും, പക്ഷെ അത് ആളുടെ അടുത്ത് തന്നെ 15,000 സാലറിക്ക് അടുത്ത് തന്നെ ആൾക്ക് വർക്കുണ്ട്, പക്ഷെ അറിയുന്നില്ല എന്നുള്ള പ്രോബ്ലമാണ്. ആസ്പെയർ കേരളയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അറിയാൻ സാധിക്കും. രണ്ടാമത്, പല പഠനം കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും ജോബിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ജോലിക്ക് പോകണം, എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പലപ്പോഴും പഠനശേഷം ജോബ് അന്വേഷിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരും പല യൂട്യൂബ് വീഡിയോസുകൾ നോക്കിയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഗൈഡൻസ് ആർക്കും കിട്ടുന്നില്ല. ഒരു ജോലി എന്ന് പറയുന്നത് ആ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, കരിയറിന്റെ നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ആ ഒരു ജോലി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ജോലി പോകുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറയുന്നു. എന്ത് ചെയ്യും? നമ്മുടെ ഒരു കോൺഫിഡൻസും നമുക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ടെന്നും അറിയാതെ പോകുന്നു. പലപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ജോബ് നമ്മുടെ കരിയറിന് വേസ്റ്റ് ആകുന്നു, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഒരുപാട് മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ ഒരു ജോബിലേക്ക് എത്തുന്നത്. ഈ മിസ്റ്റേക്സുകൾ കുറയ്ക്കാം. കാരണം ഒരു ഇന്റർവ്യൂ പോകുമ്പോൾ എന്തൊക്കെ സംസാരിക്കാം, ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ടൈം, കൃത്യമായ സാലറി അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പല പല മിസ്റ്റേക്കിൽ നിന്നും ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഒരാൾ ജോബ് കണ്ടെത്തുന്നത്. അത് ശരിയായുള്ള ജോബ് അല്ലെന്നുണ്ടെങ്കിൽ ആളെ കരിയറെ ബാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഒരു കാൻഡിഡേറ്റ് ജോലി അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ആ കാൻഡിഡേറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആൾക്ക് എന്ത് ജോബാണ് വേണ്ടത്, എത്ര സമയമാണ് വേണ്ടത്, എത്ര സാലറിയാണ്, അതുപോലെ എന്തൊക്കെ റോൾ ഓഫ് ജോബ് ചെയ്യുക, എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ശേഷം നമ്മുടെ ഇവിടെ വേക്കൻസിയുമായിട്ട് താരതമ്യപ്പെടുത്തി അവർക്ക് പറ്റിയ വേക്കൻസി പറഞ്ഞു കൊടുക്കുന്നു. ആ കമ്പനികളിൽ CV അയച്ച് കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്തി കമ്പനിക്കും കാൻഡിഡേറ്റിനും ഓക്കെ ആണെങ്കിൽ മാത്രം ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി ഇൻ കേസ് അവിടെ സെലക്ട് ആയില്ലെങ്കിൽ പോലും ആ കമ്പനിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ അവർ പറഞ്ഞ സാലറി ഇവർ 15 കാൻഡിഡേറ്റ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ 12 ഉള്ളൂ. നമ്മൾ ഇടപെട്ട് സാലറി കൂട്ടുന്ന കാര്യം, സമയത്തിന്റെ ക്രമത്തിന് കാര്യം, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇവർ മിസ്റ്റേക്സിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇടനില നിൽക്കുന്ന ഇവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നൊരു എംപ്ലോയ്മെന്റ് സർവീസാണ് ആസ്പെയർ കേരള. അപ്പം പല കൺസൾട്ടൻസി രംഗത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് സർവീസ് ചാർജ് ഉണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ 400 സർവീസ് ചാർജും ഫസ്റ്റ് മസാലയുടെ 40% നമ്മുടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് വർത്ത് തന്നെയാണ്. കാരണം ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പലപ്പോഴും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉണ്ട്, ലീഗൽ നമുക്ക് ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലി ഒരു രോഗമായി കാണുവാണെങ്കിൽ ഒരു രോഗം വരുമ്പോൾ സ്വയം ചികിത്സിക്കുന്നതാണ് ഡയറക്റ്റ് ജോബ് നോക്കുന്നത് പോലെ. ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ച് മരുന്ന് മേടിച്ച് കഴിച്ച് ആ രോഗം കൂടുതൽ വഷളാകുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് കൃത്യമായി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മരുന്ന് കഴിച്ച് മാറ്റുന്നു. ഈ ഒരു കൺസൾട്ടന്റിന്റെ ഹെൽപ്പാണ് നിങ്ങൾക്ക് ആസ്പെയർ കേരള വഴി കിട്ടുന്നത്.